നമസ്കാരം. ഞാൻ ശാരിക, ഒരു ആങ്കറാണ്. ബിഗ് ബോസിൽ പോയിട്ടുണ്ട്. ഇത് പൂജ, മനുഷ്യാവകാശ പ്രവർത്തകയാണ്. ദെൻ റസീന, കോണ്ടന്റ് ക്രിയേറ്ററാണ്. ആൻഡ് ബിന്ദു ഹരേകൃഷ്ണ, ഒരു ബിസിനസ് സംരംഭകയാണ്. ഞങ്ങൾ 4 പേരിന്ന് ഇവിടെ കുറച്ച് സമൂഹത്തിൻ്റെ പ്രതിനിധികളായിട്ടാണ് ഇവിടെ വന്നിരുന്ന് മാധ്യമപ്രവർത്തകരെ നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ ഒരു പ്രസ് ക്ലബ്ബിൽ വന്നിരുന്ന് ഇങ്ങനൊരു പ്രസ് മീറ്റ് നടത്താനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ അതുപോലെ ഈ കണ്ടന്റ് ക്രിയേഷൻ പ്രൊഫഷൻ നടത്തുന്ന ഒരാളാണ്. അതോടെ ഒരുപാട് ആൾക്കാർ ഇന്ന് യൂട്യൂബ് കൊണ്ട് ജീവിക്കുന്ന കുറേയധികം ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാവരും എനിക്ക് തോന്നുന്നു മിക്കവരും ജേർണലിസ്റ്റുകളായിരിക്കും അല്ലേ, ഉറപ്പായിട്ടും ഇരിക്കുന്നത്. ഇപ്പോൾ ജേർണലിസ്റ്റുകൾക്ക് അവരുടേതായ എത്തിക്സ് ഉണ്ടെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ ജേർണലിസം പഠിച്ചിട്ടില്ല, പക്ഷെ ഞാനും കോണ്ടന്റ് ചെയ്യാറുണ്ട്. സാറ്റലൈറ്റ് മാധ്യമങ്ങളിൽ ഒരിക്കലും ആൾക്കാരെ അബ്യൂസ് ചെയ്യുന്ന തരത്തിൽ അല്ലെങ്കിൽ ഡിഫെയിം ചെയ്യുന്ന തരത്തിൽ കണ്ടന്റുകൾ മാധ്യമപ്രവർത്തകർ ഇടാറില്ല. അത് നിങ്ങളുടെ അഭിമുഖങ്ങളിലും അതിൻ്റെ ഒരു ക്ലാസ് നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഇന്ന് ഡിജിറ്റൽ മീഡിയയുടെ ഒരു വിപ്ലവമാണ്. അതായത് ഏതൊരാൾക്കും മൈക്കും ഫോണും ഉണ്ടെങ്കിൽ ആരെയും എന്തും പറയാം എന്നൊരു സാഹചര്യമാണ് ഇന്ന് നിലകൊള്ളുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഒരുപാട് ആൾക്കാർ ഇരകളായി മാറുന്നുണ്ട്, പ്രത്യേകിച്ചും കുട്ടികളും സ്ത്രീകളും. അപ്പോൾ ആ ഒരു വിഷയത്തിൽ അത് നിങ്ങളെ, അതായത് മാധ്യമപ്രവർത്തകരായിട്ടുള്ള നിങ്ങളിലേക്ക് അത് എത്തുന്നില്ല, അത് നിങ്ങൾ അതിന് വേണ്ട വിധം ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഇത് നിയമം അതിന് കൃത്യമായിട്ടുള്ള നടപടികൾ എടുക്കുന്നില്ല എന്ന് ഞങ്ങളുടെ അനുഭവം കൊണ്ട് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനൊരു പ്രസ് മീറ്റ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ പ്രസ് മീറ്റ് ആരെയും വ്യക്തിപരമായിട്ട് അപകീർത്തിപ്പെടുത്താനോ വ്യക്തിഹത്യ ചെയ്യാനോ അല്ല. യൂട്യൂബ് എന്ന് പറഞ്ഞ ഒരു പ്രൊഫഷൻ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്നൊരു പ്രൊഫഷൻ കൊണ്ട് നടക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം മാന്യമായിട്ട് ഒരു 80% ആൾക്കാരും മാന്യമായിട്ട് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവരാണ്. അതിൽ അപവാദമായിട്ട് 20% കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്, ഒരു ന്യൂസ് എന്ന് ഞാൻ പറയത്തില്ല, പൈസ മേടിച്ച് ന്യൂസ് ചെയ്യുന്ന ഓൺലൈൻ മീഡിയകൾ ഇല്ലെന്ന് ഞാൻ പറയത്തില്ല, എനിക്ക് പേഴ്സണലി അറിയാം, പക്ഷേ അവിടെ പേരുകൾ ഞാൻ പറയത്തില്ല. പക്ഷേ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്, അതായത് ആൾക്കാരുടെ പേരുകൾ എടുത്തു പറഞ്ഞ് അവരെ പേരുകൾ പറഞ്ഞ് അപമാനിക്കുന്നത് കൂടാതെ അവരുടെ ഫാമിലിയിൽ, അവരുടെ വീട്ടിലെ അവരുടെ കുഞ്ഞു മക്കളെ, അവരുടെ ഹസ്ബൻഡുമാരെ, അല്ലെങ്കിൽ അവരുടെ അച്ഛന്മാരെ, അമ്മമാരെ ഒക്കെ അതെനിക്ക് ഈ മാധ്യമങ്ങളുടെ മുമ്പിലിരുന്ന് ആ ഭാഷ തന്നെ പ്രയോഗിക്കാൻ പറ്റത്തില്ല. ഇത്രയും വൃത്തികെട്ട രീതിയിൽ അവതരിപ്പിക്കുന്ന കുറച്ചധികം ഓൺലൈൻ മീഡിയാസ്, അതായത് വെർബൽ റേപ്പ് ചെയ്യുന്ന കുറച്ചധികം യൂട്യൂബേഴ്സ്, അവർക്കെതിരെ നിയമം കൊണ്ടുവരണം, അല്ലെങ്കിൽ നിയമം ഉണ്ടാവണം, അല്ലെങ്കിൽ നിയമം പ്രാവർത്തികമാക്കണം എന്നുള്ള ഒരു ആശയത്തിൻ്റെ പേരിലാണ് ഇന്ന് ഈ പ്രസ് മീറ്റ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളെ ഇതെല്ലാം ഒന്ന് അറിയിക്കണം. നിങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു അവബോധം സോഷ്യൽ മീഡിയയിലൂടെയും നിങ്ങളുടെ ചാനൽസിലൂടെയും ഇത് നിയമത്തിൻ്റെ മുമ്പിൽ എത്തിക്കണം എന്നുള്ളൊരാഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നത്. അതായത് ഞാൻ അതിൻ്റെ ഇരയാക്കപ്പെട്ട ഒരാളാണ്. എൻ്റെ പ്രായപൂർത്തിയാകാത്ത മകളെ ഉൾപ്പെടെ നമ്മൾ ഒരു തെറ്റും, എന്നെ അറിയാവുന്നവർക്കറിയാം, നമ്മുടെ ചാനലിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ഒരാളെ വ്യക്തിഹത്യ ചെയ്യാറില്ല. കണ്ടന്റ് റിയാക്ട് ചെയ്യാറുണ്ട്, അഭിമുഖങ്ങൾ നടത്താറുണ്ട്, ബിഗ് ബോസിൽ പോയിട്ടുണ്ട് എന്നതല്ലാതെ നമ്മൾ ഒരാളെയും നമ്മുടെ ചാനൽ വെച്ചിട്ട് അവരുടെ അച്ഛനെയോ അമ്മയെയോ അല്ലെങ്കിൽ തെറ്റ് ചെയ്യാത്ത ഒരാളെയും വ്യക്തിഹത്യ ചെയ്യാൻ ആർക്കും അവകാശമില്ല. എല്ലാവർക്കും കണ്ടന്റ് ചെയ്യാം, റിയാക്ട് ചെയ്യാം. പക്ഷേ ഒരിക്കലും അവരുടെ കുഞ്ഞുങ്ങളെ പറയാനുള്ള അവകാശം കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടില്ല. അവർക്ക് പറയാൻ, എനിക്ക് നിങ്ങളെക്കുറിച്ച് പറയാൻ സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മാനവും അഭിമാനവും ഉണ്ട് ഇവിടെ ജീവിക്കാനും അന്തസ്സായിട്ട് കാര്യങ്ങൾ തിരിച്ചു പറയാനും. ചില ആൾക്കാർ, ചില വളരെ കുറച്ച് ആൾക്കാർ, ഞാൻ എല്ലാവരെയും അല്ല പറയുന്നത്, വളരെ കുറച്ച് യൂട്യൂബേഴ്സ് അവർക്കെതിരെ ഒരു വിമർശനം ഉന്നയിക്കുകയോ അവർ ചെയ്തൊരു തെറ്റിന് നമ്മൾ കോണ്ടന്റ് ചെയ്യുകയോ ചെയ്താൽ അത് കുഞ്ഞുങ്ങളെ പറയുക. പ്രായപൂർത്തിയാകാത്ത കുഞ്ഞുങ്ങളെ നമ്മൾ വ്യഭിചാരത്തിന് ഉപയോഗിക്കുന്നു, ഒരമ്മ എന്ന നിലയിൽ അതാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കുക. സ്ത്രീകൾ വ്യഭിചരിക്കാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബിൽ ഇരിക്കുന്നതെന്ന് പറയുക. ഇത്രയൊക്കെ ചെയ്തിട്ടും ഇവർക്കെതിരെ ഒരുപാട് സൈബർ പരാതികൾ കൊടുത്തിട്ടും അവർ പിന്നീടും അത് തുടരുക. കോടതികളിൽ നിന്ന് വിളിച്ചാലോ അല്ലെങ്കിൽ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിപ്പിച്ചാലോ അവരൊരിക്കലും പുറത്തേക്ക് വരത്തില്ല. അല്ലെങ്കിൽ അവർ അതിന് പകരം ആ ഒരു സംഭവം അറിഞ്ഞു വെച്ച് അതിനെ വെച്ച് വേറെ കഥകൾ ഉണ്ടാക്കുക. ഇപ്പൊ പറഞ്ഞാലും 1000 കുടത്തിന്റെ വാ മൂടി കെട്ടാം, ഒരു മനുഷ്യന്റെ വാ മൂടി കെട്ടാം എന്ന് പറ്റത്തില്ല എന്ന് പറഞ്ഞാലും ഇവിടെ നിയമങ്ങളില്ലേ എന്നാണ് ഞങ്ങളുടെ ചോദ്യം. ഞങ്ങളെ പോലുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സിനും ഈ പറഞ്ഞ ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് മാത്രമല്ല അവർ പറയുന്നത്, ഒരുപാട് ബിസിനസ് സംരംഭകരെയും ആർട്ടിസ്റ്റുകളെയും എല്ലാവരെയും, അതായത് ഇവർക്കെതിരെ ഇതുവരെ നിയമ നടപടികൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രശ്നം. അവർ മാന്യമായിട്ട് ജോലി ചെയ്തോട്ടെ, നമുക്കത് പ്രശ്നമല്ല. അവർ യൂട്യൂബിൽ കണ്ടന്റുകൾ ചെയ്തോട്ടെ. പക്ഷേ ഒരു തെറ്റും ചെയ്യാത്ത ആൾക്കാരെ മാന്യത ഇല്ലാത്ത ഭാഷകൾ ഉപയോഗിച്ച് അവരുടെ കുഞ്ഞു മക്കളെ വെച്ച് പറയുക, എന്നിട്ട് അത് പിന്നെയും മാന്യമായി പിന്നെയും അത് തുടരുക. എത്ര കാലങ്ങളായി ഇത് തുടരുന്നു, ഇതിനൊരു അവസാനമില്ല.
ഇത് നിങ്ങൾ മാധ്യമങ്ങളോ സാറ്റലൈറ്റ് മീഡിയകളോ അല്ലെങ്കിൽ മുൻനിരയിൽ നിൽക്കുന്ന ഓൺലൈൻ മാധ്യമങ്ങളോ ഇതിനെതിരെ പ്രതികരിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങളെ പോലുള്ള ആൾക്കാർക്ക് ഇത് ഇവിടെ വന്നൊരു പ്രസ് മീറ്റ് നടത്തേണ്ട ഒരു സ്ഥിതി വന്നത്. ഞാൻ കൂടുതൽ ഒരു 32ഓളം ചാനലുകൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് ആൾക്കാരെ വ്യക്തിഹത്യ ചെയ്യാനായിട്ട്. അത് സെലിബ്രിറ്റികളെന്നില്ല, ബിസിനസ് സംരംഭകരെന്നില്ല, നടികളെന്നോ നടന്മാരെന്നോ ഇല്ല. അങ്ങ് പറയുക, ഇവിടെ നിയമങ്ങളില്ലേ? നമുക്ക് ആർക്കും ഇവിടെ ജീവിക്കണ്ടേ? ഇപ്പൊ എൻ്റെ മോളെ പറയുമ്പോൾ അവൾ കാണുന്ന അവളുടെ അമ്മ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണ്, അല്ലെങ്കിൽ അവരൊരു ആങ്കർ ആണ്. അവരെ പറയുമ്പോൾ എൻ്റെ മോൾ, അവൾക്ക് 10 വയസ്സേ ആയിട്ടുള്ളൂ. അവളത് പിന്നീട് അവളുടെ പഠനാവശ്യങ്ങൾക്ക് അവളെ ചാനലിൽ നിന്ന് കാണുമ്പോൾ അവളെക്കുറിച്ച് കേൾക്കുന്നത് ഇതെല്ലാം ഡിജിറ്റൽ തെളിവ് നമ്മുടെ കയ്യിലുണ്ട്. അവൾ എന്താണ് അവളുടെ അമ്മ ഇങ്ങനെ നടക്കുന്നതാണ്. ഓരോ കുഞ്ഞുമക്കളും ഇതാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അവർ ഓരോരുത്തരും ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ അമ്മമാരാണ്, സഹോദരികളാണ്, ഭാര്യമാരാണ്. പുരുഷന്മാരും ഉണ്ട് കേട്ടോ. ഇതിൽ ഞാൻ സ്ത്രീകളെ മാത്രം പറയത്തില്ല, ഇത് അനുഭവിക്കുന്ന പുരുഷന്മാരും ഉണ്ട്. എനിക്കറിയാവുന്ന യൂട്യൂബേഴ്സ് ഉണ്ട്, ഇല്ലാത്ത സ്ത്രീകളും പുരുഷ യൂട്യൂബേഴ്സ് ഉണ്ട്, മെയിൽസും ഉണ്ട്. അവരുടെ ഭാര്യമാരെ വെച്ച് പറയുക, അച്ഛന്മാരെ വെച്ച്, മക്കളെ വെച്ച് പറയുക. ആത്മഹത്യയുടെ വക്കോളം ചെന്ന ആൾക്കാരുണ്ട്. ദാ ഇരിക്കുന്ന ബിന്ദു ഹരകൃഷ്ണ എന്ന് പറഞ്ഞ സ്ത്രീ മരണത്തിന്റെ വക്കുവരെത്തിയവരാണ്. ഇവർക്കെതിരെ ഗൾഫിൽ നിന്ന് സ്ത്രീകൾ FIR ഇടാനും സൈബർ പോലീസ് പരാതി കൊടുത്തിട്ടുണ്ട്. ഇവരൊക്കെ പക്ഷേ നടപടികൾ ഉണ്ടായിട്ടില്ല. അവർ പറയുന്നത് ഇതിൽ നിയമമില്ലെന്നാണ് പറയുന്നത്. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അതായത് മരിക്കാൻ പോയ സ്ത്രീകളുണ്ട്, 16ഉം 13ഉം വയസ്സുള്ള. ഇവർ ഇങ്ങനെ ഡിഫമേഷൻ ചെയ്തതിന്റെ പേരിൽ അല്ലെങ്കിൽ ഇങ്ങനെ വ്യക്തിഹത്യ ചെയ്തതിന്റെ പേരിൽ മരണത്തിന്റെ വക്കിലെത്തിയ ഓൺട്രപ്രണേഴ്സ് ഉണ്ട്. അവരെന്താണ് തെറ്റ് ചെയ്തത്? ഒരു പറ്റം കോക്കസ്, അതായത് ഒരു കൂട്ടം ആൾക്കാർ ഇരുന്നു കൊണ്ട് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും പുരുഷന്മാരെയും തെറ്റ് ചെയ്യാത്ത ആൾക്കാരെയൊക്കെ അപവാദം പറയുക. ഇതെന്താണ് നമ്മുടെ ഇതെന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? അപ്പൊ ഇതിനൊരു അവസാനം ഉണ്ടാവണം. ഇതിനൊരു നിയമമാക്കി, ഇതിനിവിടെ നിയമങ്ങളുണ്ട്. എന്നിരുന്നാലും ഇതിന്റെ ലൂപ്പ് ഹോൾസ്, നമ്മുടെ ഇന്ത്യയിലെ നിയമങ്ങൾക്ക് ലൂപ്പ് ഹോൾസ് ആണല്ലോ. അപ്പൊ ഇതിനൊരു അവസാനം ഉണ്ടാവണം. അതിനാണ് നമ്മൾ ഈ നിങ്ങളെ പോലുള്ള മാധ്യമപ്രവർത്തകരുടെ ഒരു ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രസ് മീറ്റിംഗ് ഇന്ന് ഇവിടെ വിളിച്ചത്. ബാക്കി കുറച്ച് കാര്യങ്ങൾ മനുഷ്യാവകാശ പ്രവർത്തകയും പൊതുപ്രവർത്തകയുമായ പൂജ പറയും. എൻ്റെ പേര് പൂജ മഹേശ്വർ. ആക്ച്വലി ഒരു പ്രത്യേക വ്യക്തിക്കെതിരെ വ്യക്തിഹത്യ നടത്തുന്നു, സ്ഥിരമായി വ്യക്തിഹത്യ നടത്തുന്നു എന്ന് എന്നെ കുറച്ച് പേര് വിളിച്ച് പറഞ്ഞതിൻ്റെ സാഹചര്യത്തിലാണ് ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന കണ്ടൻസ് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അത് ഒരു ജാനുവരി മുതൽ ഞാനിത് സ്റ്റഡി ചെയ്യാൻ തുടങ്ങി. ഇത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഒത്തിരി എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന വീഡിയോസിൽ ഞാൻ കണ്ടത് ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകൾ, ഡിവോഴ്സ് ആയവർ, അതല്ലെങ്കിൽ സിംഗിൾ മദേഴ്സ്, ഡിവോഴ്സ് ആയവർ, കല്യാണം കഴിക്കാതെ ഒറ്റയ്ക്ക് ജീവിക്കുന്നവർ, ഇങ്ങനെയുള്ള സ്ത്രീകളൊക്കെയാണ് ഇവരുടെ മെയിൻ ടാർഗറ്റ്. അതുപോലെ കുറച്ച് സെലിബ്രിറ്റീസ്. അപ്പോൾ ഇവരെയൊക്കെ എടുത്തു വെച്ച് വ്യക്തിഹത്യ ചെയ്യുമോ? നമുക്കൊരാളെ വിമർശിക്കാനുള്ള അധികാരമുണ്ട്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നമുക്കത് തരുന്നുണ്ട്. പക്ഷേ അത് ഏതറ്റം വരെ എന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാ മാധ്യമപ്രവർത്തകർക്കും അറിയാം. അത് നമ്മുടെ മൂക്കിൻതുമ്പ് വരെ എന്ന് പറയുന്നത് പോലെ ഇതേപോലെ ഒരു നിയമമുണ്ട്. നമുക്ക് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ, നമ്മുടേതായ വ്യക്തിപരമായ കാര്യങ്ങൾ നമ്മുടേത് മാത്രമാക്കി സംരക്ഷിച്ചു വെക്കാനുള്ള ഒരു അധികാരം കൂടി നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നമുക്ക് തരുന്നുണ്ട്. നിയമത്തിന് മുമ്പിൽ നമുക്ക് ഇക്വാലിറ്റി തരുന്നുണ്ട്. സംശയമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാം. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആർക്കെങ്കിലും കാണണമെങ്കിൽ ഇതെടുത്ത് നോക്കാം. ഇതിനകത്ത് ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 19, ആർട്ടിക്കിൾ 21, ഇത് 3 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതെടുത്ത് നോക്കാം. എന്തുകൊണ്ട് എനിക്ക് ഒരാളിനെ വിമർശിക്കാൻ അധികാരമുണ്ടെന്ന് പറയുമ്പോൾ അവനവൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ എടുത്തിട്ട് അല്ലെങ്കിൽ ഒരാളിനെ വ്യക്തിഹത്യ ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് അവർക്ക് മാനാഭിമാനമുണ്ടെന്ന് എന്തുകൊണ്ട് ഈ യൂട്യൂബേഴ്സ് ചിന്തിക്കുന്നില്ല? എന്നെക്കുറിച്ച് പറയുവാണെങ്കിൽ എനിക്കൊരു അഭിമാനമുണ്ട്. ചിലപ്പോൾ ഞാൻ ഒരു മാധ്യമത്തിന് മുമ്പിൽ വന്നിരുന്ന് സംസാരിക്കാനും മാധ്യമത്തിന് മുമ്പിൽ വരാനും താല്പര്യമുള്ള ആളായിരിക്കാം. പക്ഷെ എൻ്റെ വീട്ടുകാർ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ, അവർ മാധ്യമത്തിന് മുമ്പിൽ വരാതെ അവർ വ്യക്തിപരമായ കാര്യങ്ങൾ, അവരുടേതായ ഫ്രീഡം അനുഭവിച്ച് ജീവിക്കുന്നവരായിരിക്കാം. അതിനുള്ള അധികാരം നമുക്കുണ്ടെന്നിരിക്കെ അവരെ കൂടെ വലിച്ചഴച്ച്, ആക്ച്വലി ഞാൻ വിക്ടിം അല്ല, ഞാൻ സംസാരിക്കുന്നത് പൊതുവായിട്ടുള്ളൊരു സ്ത്രീകൾക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന വീട്ടുകാരെ, നമ്മുടെ പാരൻസിനെ, മൈനർ ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ എല്ലാം എടുത്തിട്ടിട്ട് വ്യക്തിഹത്യ ചെയ്തുകൊണ്ടാണ് ഈ യൂട്യൂബേഴ്സ് സംസാരിക്കുന്നത്. ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട് ഒരു 36 ചാനലുകളുടെ പേരും ഡീറ്റെയിൽസും ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിനെതിരെ നിയമപരമായിട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിത് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഷാരിക ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് നടത്തുന്നുണ്ടെന്നും ഇത് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആരും ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഇവർ അവകാശപ്പെടുന്നത് സാറ്റലൈറ്റ് മാധ്യമങ്ങളെ നിങ്ങൾ ചെയ്യുന്നത് പോലെ മാധ്യമ പ്രവർത്തനത്തിന് ഞങ്ങൾക്ക് അവകാശമുണ്ട്, ഞങ്ങൾ മാധ്യമ പ്രവർത്തനമാണ് നടത്തുന്നത്
എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വ്യക്തിഹത്യ നടത്തിയിരുന്നു. ഞാൻ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ആണ്, എന്റെ തൊഴിൽ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ആണ് എന്ന് പറയുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. എങ്ങനെയാണ് അവർ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്ന പേരിൽ ആളുകളെ വ്യക്തിഹത്യ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ നമ്മുടെ ആവശ്യം, ഞാൻ വലിച്ചു നീട്ടുന്നില്ല, നമ്മുടെ ഒരു ആവശ്യം ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് വ്യക്തമായിട്ടുള്ള നിയമങ്ങളുണ്ട്, സൈബർ ലോസ് ഉണ്ട്, സുപ്രീം കോർട്ട് ഓർഡർ ഉണ്ട്. ഈ സുപ്രീം കോർട്ട് ഓർഡർ അനുസരിച്ചിട്ട് പക്ഷെ നമ്മുടെ പോലീസ് സ്റ്റേഷനുകളോ സൈബർ സെല്ലുകളോ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതിനെതിരെയാണ് നമ്മളൊരു നിയമം ശക്തമാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഞങ്ങളിപ്പോ ഇന്ന് മുതൽ ഞങ്ങൾ ഈ ഒരു മൂവ്മെന്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ അടുത്ത പടിയായിട്ട് നമ്മൾ നിവേദനം സമർപ്പിക്കുകയും നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. എന്നിട്ടും നടപടി ആയിട്ടില്ലെങ്കിൽ സമര പരിപാടികളെ കുറിച്ചും ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ ഒരു നിയമം ശക്തമായിട്ട് പ്രാബല്യത്തിൽ വരണം. എല്ലാ സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാർ, നിങ്ങൾ അറിയാം, ഇവിടെ പ്രധാനമന്ത്രി എന്നില്ല, മുഖ്യമന്ത്രി എന്നില്ല, നമ്മുടെ പത്മശ്രീ കിട്ടിയ സ്റ്റാർസ് എന്നില്ല, ആരുമില്ല. എല്ലാവരെയും വലിച്ചു കയറുകയാണ്. പുരുഷന്മാരെന്നില്ല, സ്ത്രീകളെന്നില്ല, കൊച്ചുകുട്ടികളെന്നില്ല. അപ്പൊ ഇതൊന്നും നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചു കൊടുത്തിട്ടുള്ളതല്ല. പച്ചയായ നിയമലംഘനമാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ ഇതിനെതിരെ നിയമ നടപടികളുമായിട്ട് ഞങ്ങൾ ഇന്ന് മുതൽ മുമ്പോട്ട് പോവുകയാണ്. ഇതിന് യാതൊരു പരിഹാരവും ഉണ്ടായിട്ടില്ലെങ്കിൽ ഞങ്ങൾ സമര നടപടികളുമായിട്ട് ഞങ്ങൾ നീങ്ങും. അപ്പൊ ഇത് നിങ്ങളെ അറിയിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് ഞങ്ങൾ ഇവിടെ പത്രസമ്മേളനം നടത്തിയിട്ടുള്ളത്. നമുക്ക് ഇവരുടെ യൂട്യൂബേഴ്സിന്റെ ആക്രമണത്തിനിരയായിട്ടുള്ള 2 വിക്ടിംസ് ആണ് ഇവർ ഇരിക്കുന്നത്. അവർക്കുണ്ടായ കാര്യങ്ങൾ അവർ സംസാരിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ കൂടുതലായിട്ട് എത്രമാത്രം ഹരാസ്മെന്റ് ആണ് അനുഭവിക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ വിക്ടിംസ് സംസാരിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം. ഇവരാരാന്ന് ചോദിച്ചാൽ ഒരു സോഷ്യൽ മീഡിയ ഈവിളാണ് ഇവർ. വെർബൽ റേപ്പ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് അത് പറയുമ്പോൾ എനിക്ക് ചിലപ്പം പ്രതികരിക്കുന്ന രീതി ചിലപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയിപ്പോകും. കാരണം പെൺമക്കളുള്ള ഒരമ്മയ്ക്കറിയാം ഒരു പെൺകുട്ടിയെ വളർത്തുന്ന ഒരമ്മ എത്രമാത്രം സൊസൈറ്റിയെ ഭയന്നിട്ടാണ് ഒരു പെൺകുട്ടിയെ വളർത്തിയെടുക്കുന്നത്. നമ്മളൊരു പെൺകുട്ടി വളർന്നു വരാൻ നമ്മൾ ആരെയൊക്കെ ഭയക്കണം? നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു അങ്കിള് മിസ്യൂസ് ചെയ്യുമെന്ന് ഭയക്കണം, വയസ്സായ അപ്പൂപ്പനെ ഭയക്കണം, വീട്ടിലുള്ള കസിൻസിനെ ഭയക്കണം. നമ്മൾ ആരെയൊക്കെ ഭയന്നിട്ടാണ് ഒരു പെൺകുട്ടി വളർത്തിയെടുക്കുന്നത്? നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ വളർത്തിയെടുക്കുന്ന ഒരു കുഞ്ഞിനെ അച്ഛൻ യൂസ് ചെയ്യുന്നു എന്നൊരു സ്ത്രീ പബ്ലിക്കിൽ വന്നിരുന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന ഒരു അമ്മയ്ക്ക് ഉണ്ടാകുന്ന മാനസികാവസ്ഥ അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയാൻ പറ്റൂ. അതാണ് ഈ സ്ത്രീ എന്നോട് ചെയ്തത്. ഞാനൊരു സെക്കൻഡ് മാരേജ് ചെയ്ത ഒരാളാണ്. 2 അച്ഛന്മാരെല്ലാം പെൺമക്കളെ പീഡിപ്പിക്കുന്നവരാണോ? അല്ല. സ്വന്തം അച്ഛന്മാർ പെൺമക്കളെ യൂസ് ചെയ്യുന്നുണ്ടല്ലേ? എല്ലാ 2 അച്ഛന്മാരും പെൺമക്കളെ യൂസ് ചെയ്യുമെന്ന് പറയാൻ ലൈസൻസ് ഈ സ്ത്രീക്ക് ആരാണ് കൊടുത്തത്? അത് കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഭർത്താവിനുണ്ടാവുന്ന മാനസികാവസ്ഥ. പൊന്നുപോലെ നോക്കുന്ന 2 കുഞ്ഞുങ്ങളെ, അദ്ദേഹം എൻ്റെ 2 മക്കളെയും പൊന്നുപോലെയാണ് നോക്കുന്നത്. അയാൾക്കുണ്ടാവുന്ന ഒരു ഇമോഷണൽ ഡാമേജ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ ആ രീതിയിലാണ് ഈ സ്ത്രീ മറ്റുള്ളവരെ ഹരാസ് ചെയ്യുന്നത്. ഈ സോഷ്യൽ മീഡിയ മാധ്യമം എന്ന് പറയുന്ന മാധ്യമധർമ്മങ്ങൾ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഈ വെർബൽ റേപ്പ് എങ്ങനെയാണ് മാധ്യമധർമ്മം ആവുന്നത്? നമുക്ക് കോടതി നിയമങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. ഈ നമുക്ക് നമ്മുടെ മന്ത്രിമാരും ഇവരൊന്നും ഇത് കാണുന്നില്ല. ഇത്രയും ക്രൂക്കഡായിട്ട് ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി നടന്നൊരു കാര്യം പറയാം. എൻ്റെ മകളെ പറഞ്ഞപ്പോൾ അത് വാർത്തയായില്ല. എന്തുകൊണ്ടാണ്? ഞാൻ സെലിബ്രിറ്റി അല്ല, ഞാനൊരു സാധാരണ സ്ത്രീയാണ്. അപ്പോൾ വേദന എന്ന് പറയുന്നത് സെലിബ്രിറ്റികൾക്കല്ല, എല്ലാവർക്കും ഒരുപോലെയാണ്. നമ്മുടെ മക്കളെ പറയുന്നത് അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല. ഇവർക്ക് എഗെയിൻസ്റ്റ് പറയുന്ന സ്ത്രീകളെ എല്ലാം, ഈ വാക്ക് എനിക്ക് ഇവിടെ യൂസ് ചെയ്യാമോ എന്നറിഞ്ഞൂടാ, പക്ഷെ അവർക്ക് എഗെയിൻസ്റ്റ് പറയുന്ന സ്ത്രീകളെ അവർ എന്നാണ് പറയുന്നത്. അവർക്ക് എഗെയിൻസ്റ്റ് ആര് പറയുന്നുവോ കളിയാക്കാൻ നമുക്ക് റൈറ്റ്സ് ഇല്ല. അത് ഒരു തൊഴിലായിട്ട് ചെയ്യുന്നവരെ പറയാൻ ഒരു റൈറ്റ്സ് നമുക്കില്ല. അത് അവരുടെ ഇതാണ്. അവരെ മറ്റുള്ള ഒരു സ്ത്രീ ഇവർക്ക് എഗെയിൻസ്റ്റ് പറയുമ്പോൾ കമ്പയർ ചെയ്യാൻ ഇവർക്ക് ആരാണ് റൈറ്റ്സ് കൊടുത്തത്? ഈ സ്ത്രീക്ക് ആരാണ് ഇതിനൊക്കെയുള്ള അനുവാദം കൊടുത്തത്? അവർ പറയുന്നു അവരൊരു ഓൺലൈൻ ജേർണലിസ്റ്റ് ആണെന്ന്. മനുഷ്യന് അനാവശ്യം പറയുന്നതാണോ ജേർണലിസം? വായ്ത്തോന്നിയാസം വിളിച്ച് പറയുന്നതൊക്കെ എന്നാണ് ജേർണലിസം ആയത്? അതിനെ അനുവദിച്ചത് കോടതിയാന്ന് പറയുന്നു. ഏത് കോടതിയാണ് തോന്നിയാസം പറയാൻ അനുവാദം കൊടുക്കുന്നത്? അല്ലെങ്കിൽ തന്നെ എനിക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ട് ഞാൻ ചോദിക്കുവാണ്, ഇവിടെ ഏതെങ്കിലും ജേർണലിസ്റ്റുകൾ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് ഉത്തരം തരണം. കോടതിയാണോ ജേർണലിസ്റ്റ് അനുവദിക്കുന്നത്? നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരുന്നത് കോടതിയാണോ? നിങ്ങളൊരു കോഴ്സ് എടുത്ത് പഠിച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെയോടുള്ള ഒരു ആത്മാർത്ഥത കൊണ്ട് നിങ്ങൾക്ക് അതിലോട്ട് തിരിയണമെന്ന് വെച്ചിട്ട് നിങ്ങളത് പഠിച്ചിട്ട് ചെയ്യുന്നതല്ലേ ജേർണലിസം? നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്നതല്ലേ? ഒരാളെ തോന്നിയാസം പറയുന്ന ജേർണലിസം ആണോ?
പിന്നെ ഈ സ്ത്രീ എനിക്കെതിരെ ചെയ്ത വേറെ വലിയൊരു കാര്യം എന്ന് വെച്ചാൽ വ്യാജ മോഷണ കേസ് എൻ്റെ പേരിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് സൂയിസൈഡിന്റെ വക്കെന്നാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ ഈ സ്ത്രീക്കെതിരെ ഇത്രയും ബോൾഡായിട്ട് സംസാരിക്കുന്നത് ആ ഒരു കാര്യം ഞാൻ സർവൈവ് ചെയ്തതുകൊണ്ടാണ്. അത് ഗോത്രൂ ആയിട്ട് വന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും ബോൾഡായിട്ട് സംസാരിക്കുന്നത്. ഒരു സമയത്ത് ഇവരുടെ ഈ സൈബർ അറ്റാക്ക് കാരണം, ഇവരുടെ ഈ വൃത്തികെട്ട ലാംഗ്വേജ് കാരണം എനിക്ക് ജീവിക്കേണ്ട, എൻ്റെ മക്കളെ പോലും ഓർക്കാതെ ഞാൻ സൂയിസൈഡ് ചെയ്യണം എന്ന് വിചാരിച്ച ആളാണ്. വ്യാജമോഷണം അത് എത്രത്തോളമാണെന്ന് ഇപ്പോൾ പേരൂർക്കട ഒരു സ്ത്രീയുടെ പേരിൽ വ്യാജമോഷണം അത് തെളിയിക്കപ്പെട്ടിട്ട് ആ കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് പറഞ്ഞൊരു സ്ത്രീയുടെ അത് തെളിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് തെളിഞ്ഞപ്പോഴാണ് അത് വ്യാജമോഷണമാണെന്ന് നിങ്ങൾ അറിഞ്ഞത്. ആ സമയത്ത് അത് ആരോപിക്കപ്പെട്ടപ്പോൾ ആ സ്ത്രീ അനുഭവിച്ച മാനസിക വിഷമം എത്രയാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാമോ? അപ്പോൾ ഈ രീതിയിൽ ഞാൻ ബഹുമാനപ്പെട്ട നമ്മുടെ ചീഫ് മിനിസ്റ്ററോടാണ് പറയുന്നത്, ഈ രീതിയിൽ വെർബൽ റേപ്പ് ചെയ്യുന്ന ഈ സോഷ്യൽ മീഡിയയിൽ ഒരു ജിമെയിൽ ID തുടങ്ങി ഒരു ചാനൽ ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ വന്നിരുന്ന് ഗൂഗിളിൽ നിന്ന് പൈസ കിട്ടുന്നത് കൊണ്ട് മാത്രം എനിക്ക് എങ്ങനെയും പണം ഉണ്ടാക്കിയാൽ മതി, അതിന് മറ്റുള്ളവരുടെ നാണത്തിനും മാനത്തിനും ആത്മാഭിമാനത്തിനും ഒരു വിലയും കൊടുക്കാതെ ഇവർ ഒരാൾ മാത്രമല്ല കേട്ടോ, ഇതുപോലെ ചെയ്യുന്ന ഒത്തിരി പേര് നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലുണ്ട്. ഒത്തിരി പേര്, അതായത് തംബ്നെയിൽസ് പോലും അറയ്ക്കുന്ന രീതിയിൽ അത് വ്യൂ കിട്ടാൻ, ഒരു വ്യൂവർഷിപ്പിന് വേണ്ടി നമ്മളൊന്ന് ടച്ച് ചെയ്ത് അത് കാണാൻ വേണ്ടിയിട്ട് മാത്രം ആ പറയുന്ന കാര്യവുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ലാത്ത വൃത്തികെട്ട തംബ്നെയിൽസ് വെച്ചിട്ട് കേവലം ക്ലിക്ക് ബൈറ്റിന് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുന്ന ആളുകളുണ്ട് നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ. ഇതിനൊരു അറുതി കൊണ്ടുവരണം. നമുക്ക് ആരെയും എന്തും വിളിച്ചു പറയാമെന്നുള്ളൊരു ധൈര്യം ഇവരിൽ നിന്നെടുത്ത് മാറ്റണം. ഇവരെയൊന്നും പോലീസ് പിടിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്ത് അകത്തിടണമെന്നല്ല പറയുന്നത്. അറ്റ്ലീസ്റ്റ് ഗൂഗിളിൽ നിന്നെങ്കിലും ഒരിതുണ്ടായിട്ട് ഇടപെട്ടിട്ട് ഈ വെർബൽ റേപ്പ് ചെയ്യുന്ന ചാനലുകളെ ഒന്ന് പൂട്ടിക്കെട്ടണം. ഒരു 11 വയസ്സുള്ള കുഞ്ഞിനെ അനാവശ്യം പറഞ്ഞപ്പോൾ ചങ്ക് പൊട്ടിയ ഒരു അമ്മയുടെ ഒരു റിക്വസ്റ്റ് ആണത്. ഹരേ കൃഷ്ണ. എൻ്റെ പേര് ബിന്ദു ബാലചന്ദ്രൻ. ശരിക്കുമുള്ള പേര് ബിന്ദു ഹരേ കൃഷ്ണ. കൃഷ്ണാസ് ഓർഗാനിക് ഹെർബൽ പ്രോഡക്ട്സിൻ്റെ ഓണറാണ്. എനിക്കൊരു ചെറിയ കോസ്മെറ്റിക് കമ്പനിയുണ്ട്. ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് മക്കളൊന്നുമില്ല. കുട്ടികളായിട്ട് കുറച്ച് പെറ്റ്സ് മാത്രമേ ഉള്ളൂ. അങ്ങനെ 8 മക്കളാണ് എനിക്കുള്ളത്. അങ്ങനെ എൻ്റെ അമ്മ കഴിഞ്ഞ വർഷം മരിച്ചുപോയി. അപ്പോൾ അമ്മ മരിച്ച ശേഷം ഞാൻ വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയുകയാണ്. ഹസ്ബൻഡ് ഞാനുമായിട്ട് സെപ്പറേറ്റഡാണ്. അപ്പോൾ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന സമയത്താണ് ഞാൻ ഈ രേണുവിനെ കുറിച്ച് ഞാൻ സാധാരണ ഇങ്ങനെയുള്ള ഈ സോഷ്യൽ മീഡിയ അറ്റാക്ക് ചെയ്യുന്ന സ്ത്രീകളെ ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് രേണുവിനെ കുറിച്ച് മോശമായിട്ട്, രേണുവിൻ്റെ മകനെയും കുറിച്ച് മോശമായിട്ട്, അതെന്താണ് അവരവിടെ ഞാൻ കണ്ടെന്നുള്ള കാര്യം ഞാനിവിടെ പറയുന്നില്ല. ഇന്നലെയൊക്കെ ആ ഒരു കാര്യം പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അയാൾക്ക് ഫേക്ക് അക്കൗണ്ടുകൾ ഒരുപാടുണ്ട്. രവിത മനോജ് എന്ന് പറയുന്ന ഒരു ഫേക്ക് അക്കൗണ്ടിൽ നിന്നാണ് ഈ രേണു സുധിയെക്കുറിച്ച് മോശമായ ഒരു പോസ്റ്റ് ഇട്ടത്. അപ്പം ഞാൻ ഇയാളുടെ മെസ്സഞ്ചറിൽ പോയിട്ട്, ഞാനത് സ്ത്രീയാണെന്നാണ് ഞാൻ കരുതിയത്. രവിത മനോജ് എന്ന് കണ്ടപ്പോൾ ഞാൻ സംസാരിച്ചു. എൻ്റെ ഫോണിൽ അത് കിടപ്പുണ്ട്. ഞങ്ങൾ തമ്മിലുള്ള കോൺവെർസേഷൻസ് എല്ലാം എൻ്റെ മെസ്സഞ്ചറിൽ തന്നെ കിടപ്പുണ്ട്. അയാൾ പറയുന്നത് എവിഡൻസ് ആണെന്നൊക്കെയാണ് പറയുന്നത്. എൻ്റെ ഫോണിൽ കിടപ്പുണ്ട്. ഫോണിൽ എല്ലാം എൻ്റെ ഇയാളുമായിട്ടുള്ള ചാറ്റ് ഫോണിൽ കിടപ്പുണ്ട്, മെസ്സഞ്ചറിൽ. ഇയാൾ എഴുതിയതാണ് ഇതെല്ലാം. അപ്പം ഒരു സ്ത്രീയുടെ ശരീരത്തെക്കുറിച്ചും അവരുടെ മകൻ അവരെ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായ രീതിയിലാണ് ഇയാൾ എഴുതിയത്. അപ്പം എനിക്ക് മനസ്സിലായി ഇത് ആണല്ല, പെണ്ണല്ല, ആണാണ് എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം. ഒരു ആണുങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. മനസ്സിലായപ്പോൾ ഞാൻ ആ ചാറ്റ് അവിടെ നിന്ന് കട്ട് ചെയ്ത് പോകാനായിട്ട് നോക്കി. പക്ഷേ ഇയാൾ സമ്മതിക്കുന്നില്ല. ഇയാൾ മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ഇയാളൊന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടി ഞാൻ പറഞ്ഞു, എനിക്ക് ചാത്തൻ സേവയുണ്ട്, ചാത്തൻ സേവ ചെയ്ത് നിന്നെ ഞാൻ ശരിയാക്കും, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നല്ല രീതിയിൽ വഴക്ക് കൊടുത്തു. അപ്പം ഇയാൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ അത് അവിടെ ചാറ്റ് അവസാനിപ്പിച്ചു. എന്ന് വിചാരിച്ചു ഇത് അവിടെ വെച്ച് അവസാനിച്ചു എന്നാണ് ഞാൻ കരുതിയത്. അടുത്ത ദിവസം രാത്രി 10:37 എനിക്കൊരു മെസ്സേജ്, ചാത്തൻ സേവയ്ക്ക് റേറ്റ്, അത് വിളിക്കുന്നത് ഒരു സ്കൈപ്പ് നമ്പർ എന്നാണ്. ഞാൻ അതിൻ്റെയും ഡീറ്റെയിൽസ് എടുത്തിട്ട് തരാം. ഇതൊക്കെ എൻ്റെ ഫോണിലുള്ള എവിഡൻസ് ആണ്. അയാൾ പറയുന്നു AI എവിഡൻസ് ആണെന്നാണ് ഇപ്പോൾ അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യൂട്യൂബേഴ്സ് തന്നെ അത് പൊളിച്ചെഴുതിയിട്ടുണ്ട്. ഇതൊക്കെ അയാൾ എനിക്ക് അയച്ച മെസ്സേജുകളാണ്. ഇത് സ്കൈപ്പ് നമ്പറാണ്. ഞാൻ ഇപ്പോൾ എൻ്റെ ഫോണിൽ സേവ് ചെയ്തിട്ടിരിക്കുക. ഇതെല്ലാം ഞാനും അയാളുമായിട്ട് നടന്ന കോൺവെർസേഷൻസാണ്. ഇയാൾ രാത്രി എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറയുന്നത് മോളെ എന്നൊക്കെ വിളിക്കുകയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു അന്യപുരുഷൻ എന്നെ മോളെ എന്ന് വിളിക്കുന്നു. സ്വന്തം ഭർത്താവ് പോലും, ഞങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നു, എന്നെ മോളെ എന്ന് വിളിച്ചിട്ടില്ല. എന്നെ വിളിക്കുകയാണ്, മോളെ നിന്നെ പിടിക്കപ്പെട്ടു, നിൻ്റെ കാര്യങ്ങളൊക്കെ യു ആർ എക്സ്പോസ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്.
പിന്നെ പറഞ്ഞു അപ്പം ഞാൻ യു ആർ എക്സ്പോസ്ഡ് എന്ന് പറഞ്ഞ് ഇയാൾ ഈ മെസ്സേജ് അയച്ചപ്പോൾ എനിക്കാകെ പേടിയായി, എൻ്റെ ഫോട്ടോ വല്ലതും ഇനി മിസ്യൂസ് ചെയ്തിട്ടുണ്ടാവോ. അപ്പം ഞാൻ തിരിച്ച് ഇയാളുടെ നമ്പറിൽ വിളിച്ചു. ഈ നമ്പറിൽ വിളിച്ചപ്പോൾ ഇയാൾ എടുത്തിട്ട് സംസാരിക്കുകയാണ്, നിൻ്റെ ഫോട്ടോയും ഈ പറഞ്ഞ ഇന്നലെ നടന്ന കോൺവെർസേഷൻസ്, നീ ഒരു ബിസിനസ്സുകാരിയാണല്ലോ, അതിൽ നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യും, യൂട്യൂബിലൊക്കെ അത് വരും, നീ നാറും. അപ്പം ഞാൻ പറഞ്ഞു, നീ ഇവിടെ വെള്ളം കൊണ്ടിടും, നമ്മൾ തമ്മിൽ അങ്ങനത്തെ ഒരു സെക്സ് ചാറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ലല്ലോ നടന്നത്. അല്ല, അത് നിന്നെ പോലൊരു ബിസിനസ് വുമൺ ആകുമ്പോൾ നിനക്ക് അതൊരു പ്രശ്നമാവുമല്ലോ എന്ന് പറഞ്ഞു. അപ്പം എന്നിട്ട് പറയണേ, ഇതിനിപ്പം ഞാനത് പബ്ലിഷ് ചെയ്യാതിരിക്കണമെങ്കിൽ ഞാൻ പറയുന്ന ഹോട്ടലിൽ നീ വരണം, അവിടെ നമുക്കിരുന്ന് സോൾവ് ചെയ്യാം. ഇങ്ങനെയാണ് അയാൾ സംസാരിച്ചത്. അപ്പം ഞാൻ വ്യക്തമായിട്ട് കേട്ടതാണ് ഇയാളെ വോയിസ്, മാത്രമല്ല ഈ കേട്ട് പരിചയമുള്ള ഒരു ശബ്ദം. അതിനുശേഷം അടുത്ത ദിവസം രാവിലെ ഇതുപോലെ സ്കൈപ്പ് നമ്പർ എന്നാണ് വിളിക്കുന്നത്, റെക്കോർഡ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. അങ്ങനെ ഞാൻ ആകെ ഭയന്നു പോയി ഇയാളുടെ ഈ ഇത് കേട്ടപ്പോൾ. പക്ഷെ ഞാൻ ധൈര്യത്തിൽ പ്രതികരിച്ച് ഞാൻ അയാളെ ശരിക്കും സത്യം പറഞ്ഞാൽ ഞാൻ തെറി വിളിച്ചു കേട്ടോ, നല്ല രീതിയിൽ ഞാൻ അയാളെ തെറി വിളിച്ചു. ഫോൺ കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് അടുത്ത ദിവസം എൻ്റെ വീഡിയോസ് അവർ ഷെയർ ചെയ്യണം. ഏകദേശം 46 വീഡിയോസോളം അവരുടെ ഫേസ്ബുക്കിലും ഒരു ലോങ് വീഡിയോ ആയിട്ട് എന്നെ ഒരു ക്രിമിനലായി എൻ്റെ ഫോട്ടോ എൻ്റെ നമ്പർ ഒക്കെ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. എവിടെ വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു ക്രിമിനലാണ് എന്ന് പറഞ്ഞിട്ട് ഇവരുടെ യൂട്യൂബിൽ അത് 26K വ്യൂ ആയിട്ട് അവരുടെ യൂട്യൂബ് ചാനലിൽ പോയി നോക്കിയപ്പം എനിക്കെതിരെ ഇതുപോലെ ഈ വീഡിയോ. അപ്പോൾ എനിക്ക് ഈ ശബ്ദം എനിക്ക് ഫെമിലിയറായി, എന്നോട് സംസാരിച്ച ഇതേ ശബ്ദം. അപ്പോൾ അയാൾ പറയുന്നത് ഇത് ഞാൻ കുറച്ച് അപ്പോൾ എനിക്ക് പറയണം, ഞാൻ ഇവരെ പോലെ യൂട്യൂബറോ ഒന്നുമല്ല. എന്നെപ്പറ്റി കുറേ വീഡിയോസ് അവൻ ചെയ്തിട്ടുണ്ട്, കുറേ വീഡിയോസ് അവൻ അവിടെ ചെയ്തിട്ടുണ്ട്. എന്നെ പട്ടി എന്നൊക്കെ അവൻ വിളിക്കുന്നുണ്ട്, പട്ടി എന്ന് വരെ എന്നെ. എനിക്ക് അതാണ് മാത്രമല്ല എനിക്ക് ഏറ്റവും വിഷമമായത്, ഇവരെന്നെ വീഡിയോ ചെയ്തല്ലേ, ഇവരുടെ ഫോളോവേഴ്സ് നമ്മളെ വെർബൽ റേപ്പ് ചെയ്യുകയാണ്, ഐ മീൻ അശ്ലീലം. അപ്പോൾ അങ്ങനെ ആയപ്പോൾ ഇപ്പം ഈ കേസ് ഇപ്പോൾ കോടതിയിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ ഇത് തെളിയിച്ച് ശരിക്കും പുറത്ത് കൊണ്ടുവന്നത് കുറച്ച് യൂട്യൂബേഴ്സ് കയ്യിലുള്ള തെളിവുകൾ AI ആണ്, എൻ്റെ ഫോണിലുള്ള തെളിവുകൾ AI ആണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ അവർക്ക് പണവും അവർക്ക് കണ്ടന്റും കൊടുക്കാമെന്നൊക്കെ ഇയാൾ അവരെ നേരിട്ട് പോയി കണ്ടു എന്നൊക്കെയാണ് ശ്രീതു പറയുന്നത്. ഓക്കെ, എൻ്റെയൊക്കെ വീഡിയോസ് ഉണ്ട്. എനിവേസ് ഇതിപ്പോൾ കോർട്ടിലോട്ട് മൂവ് ആയിട്ടുണ്ട്. മോളെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് എൻ്റെ കയ്യിലുണ്ട്. അതായത് അത് പുറത്ത് ഒരു അമ്മ എന്ന നില എനിക്കത് പറയാൻ ബുദ്ധിമുട്ടാണ്. അതായത് ഒരു അമ്മ ഒരു കുഞ്ഞിനെ വളർത്തുന്നത് ഞരമ്പന്മാരായിട്ടുള്ള സാമൂഹ്യ ദ്രോഹികൾക്ക് വേണ്ടി ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുക. ഇതൊക്കെ സ്ത്രീകൾക്ക് മാന്യതയ്ക്കും പുരുഷന്മാരുടെ മാന്യതയ്ക്കും വിലയില്ലേ? അത് ഷഫീന ബീവി വളരെ വ്യക്തമായിട്ട് നമ്മുടെ പേര്, അതായത് നമ്മളെയൊക്കെ വിളിക്കുന്ന പേരുകൾ വേറെയാണ്. ഒരാളെ ക്രിട്ടിസൈസ് ചെയ്യാം, നമ്മൾ ആരും അവർക്കൊന്നും ഒരു ദ്രോഹവും ചെയ്തില്ല, വളരെ അന്തസ്സായിട്ടാണ് ഇന്നേ വരെ ജീവിച്ചത്. അപ്പം അന്തസ്സുള്ളവർക്ക് ഇവിടെ മുന്നോട്ട് പോകണ്ടേ? നമുക്ക് എന്ത് വൃത്തിയോടും ചെയ്ത് ജീവിക്കാൻ പറ്റില്ല. ഇവർക്കെതിരെ തിരിച്ച് ഞാനും പ്രതികരിച്ചിട്ടുണ്ട്, പക്ഷെ എൻ്റെ മാന്യമായ ഭാഷയിലാണ് പ്രതികരിച്ചിരിക്കുന്നത്. എനിക്ക് അവരെ പോലെ തറയാൻ സാധിക്കത്തില്ല. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്, എന്നെ പോലെ ഇനി പുറത്തു നിൽക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിലൊരു നടപടി ഉണ്ടാകണമെന്ന് നമ്മുടെ ഗവൺമെന്റിനോട് അപേക്ഷിക്കുന്നു.